നമസ്കാരം. ബിഗ് ബോസ്. അപ്പോൾ ലാലേട്ടൻ്റെ പുതിയ പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് കാണിക്കുന്ന കാര്യങ്ങൾ അനുമോൾ ഒരു മാലയുമായിട്ട് നിൽക്കുന്നു, നൂറ കരഞ്ഞുകൊണ്ട് ഓടുന്നു, ഈ എവിക്ഷനുള്ള ആൾക്കാരെ എല്ലാം നിരത്തി നിർത്തിയിരിക്കുന്നു, അനുമോള് എന്തൊക്കെയോ ഒരു വലിയ വിഷമത്തിൽ നിൽക്കുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഹിന്റ് തരുന്നത് നമ്മൾ ഇന്നലെ വരെ മാതിരിയാണ്. നമുക്ക് സസ്പെൻസ് ഒന്നും വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പ്രവീൺ പോയതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള പ്രഡിക്ഷൻസ് ഒന്നും പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അതേപോലെ തന്നെ ലാലേട്ടൻ ഫ്ലോറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നാൽ നിങ്ങൾ തീരുമാനിച്ചു അനുമോളും നൂറയുമാണോ തീരുമാനിക്കുന്നത്? എങ്കിൽ ബിഗ് ബോസ് തീരുമാനിച്ചത് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു. നേരത്തെ ഏതോ ഒരു സീസണിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പുള്ളി പോയിട്ട് പിന്നെ തിരിച്ചു വന്നില്ല എന്നൊക്കെ പറയുന്നു. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ പുള്ളി പോയിട്ട് തിരിച്ചു വരുമോയെന്ന് അറിയില്ല, എന്താ സംഭവം എന്നൊന്നും അറിയില്ല. എന്തായാലും കൊള്ളാം. ലാലേട്ടൻ വളരെ ദേഷ്യത്തിലും സന്തോഷത്തിലും ഒക്കെ സമ്മിശ്ര വികാരമുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് നടക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആരാണ് അതിനകത്ത് എവിക്ഷൻ ആവുമെന്ന് പറയാൻ അറിയില്ല. അതേപോലെ തന്നെ സന്തോഷം മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്നിപ്പോൾ അവർ കഴിഞ്ഞ ദിവസം ഒരു കഥാപ്രസംഗം അനുമോളുടെയും അക്ബറിന്റെ നേതൃത്വത്തിൽ പഠിച്ചിരുന്നു. അത് ഇന്ന് അവതരിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അതായിരിക്കും ഇന്ന് അവർക്ക് 50-ാം ദിവസത്തെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് അതായിരിക്കും. ചിലപ്പോൾ അത് ഇന്ന് കാണിക്കും. അപ്പോൾ അതൊക്കെ കാണാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കാണാതിരിക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, കുറച്ച് പ്രായമുള്ള ആൾ തന്നെയാണ് ഞാൻ, എന്നാലും എൻ്റെ ഒരു സന്തോഷമാണ് ഇതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, കാരണം ഇതായത് കിളവിന്നൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ടോ, അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് പ്രായം എല്ലാവർക്കും കൂടി വരുന്നില്ലേ. അത് കൂടാത്തവർ അവരങ്ങനെ തന്നെ ഇരിക്കട്ടെ, അത് സന്തോഷം തന്നെ. പക്ഷേ നിങ്ങൾ കാണുന്നവർ ഇന്നത്തെ എപ്പിസോഡ് കാണുക, സന്തോഷമായിട്ടിരിക്കുക. അതേപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഇന്നിങ്ങനെ കുറേ സംഭവങ്ങൾ. ഇന്നലത്തെ എപ്പിസോഡ് നല്ലതായിരുന്നു. അപ്പം ഇന്നത്തെ എപ്പിസോഡ് നല്ലതായിരിക്കും. പക്ഷേ ഈ ലാലേട്ടൻ ഇറങ്ങിപ്പോകുന്ന സംഭവം എന്നാന്ന് നമുക്കറിയില്ല. അതൊക്കെ സസ്പെൻസ് തന്നെയാണ്. സസ്പെൻസിൽ തന്നെ നിൽക്കട്ടെ, നമുക്ക് വൈകിട്ട് അറിയാം അത് എന്തൊക്കെയാണെന്ന്. അപ്പം പ്രോഗ്രാം കണ്ടിട്ട് അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.